വീരസ്വർഗം പ്രാപിച്ചു എന്നാണല്ലോ പറയുന്നത്, യുദ്ധം ചെയ്ത് മരിക്കുന്നതിനെ പറ്റി. അതായത് അവരുടെ പൂർണ്ണമായിട്ടുള്ള എനർജി ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ശത്രുവിനെ ജയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്, സെൻറ്റേഡാണ് അത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു എൻലൈറ്റ്മെൻറ്റ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ മോക്ഷം സംഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കുട്ടി ഈ ആള് മാത്രമേ ഉള്ളൂ, വേറെ ലോകമില്ല. പ്രകൃതി ആ ശക്തി അവർക്ക് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ആ ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് അതെ സെലക്ട് ചെയ്തത്. തീർച്ചയായും നമ്മൾ കവിത പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ അങ്ങനെ പറയുന്നത് അത് ദിവ്യത്വം കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ അവരെ സഹിക്കുന്ന ആൾക്കാർക്ക് അത് അവരുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിലും ഒക്കെ ക്ലേശങ്ങളുണ്ടാവും. നമസ്കാരം. ദി അൺഎക്സ്പ്ലെയിൻഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സ് തരുന്നത്, ഒരുപാട് ക്വസ്റ്റ്യൻസും ക്വയറീസും എല്ലാം നമ്മളുടെ കമൻസിൽ വരുന്നുണ്ട്, എല്ലാം നമ്മളിലേക്ക് എത്തുന്നുണ്ട്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായും എനിക്ക് പറയണമെന്ന് തോന്നിയത്, പലരും നമ്മൾ ഈ ഓരോ ഭാവങ്ങളിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം വരുമ്പോൾ എന്തൊക്കെയാണ് ഫലങ്ങൾ എന്നൊക്കെ ചേച്ചി കഴിഞ്ഞ 1-2 എപ്പിസോഡ്സിൽ നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പം അതിൽ പലരും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഈ ഭാവത്തിൽ ഇന്ന ഗ്രഹങ്ങളാണ്, അപ്പം എന്താണ്. അപ്പോൾ അത് ബേസിക്കലി ഗ്രഹനില നോക്കാതെ അത് പറയാൻ പറ്റില്ല. ആ ഡിസ്കഷനിൽ ഇടയ്ക്കെപ്പോഴും ഞാൻ തന്നെ ചോദിക്കണതിൻ്റെ റിപ്ലൈ ആയിട്ട് ചേച്ചി പറയുന്നുണ്ട്, ഒരു ഭാവത്തിൽ ഇന്ന ഗ്രഹങ്ങൾ വരുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രം നമുക്ക് ഫലങ്ങൾ പറയാൻ പറ്റില്ല. മറ്റ് ഭാവങ്ങളിലുള്ള ഗ്രഹങ്ങളും അതിൽ ഈ ഭാവത്തിലുള്ള ഗ്രഹങ്ങളിലുള്ള ഇമ്പാക്റ്റും അങ്ങനെ കുറേ വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഗ്രഹനില നോക്കിയാൽ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാൻ പറ്റുള്ളൂ. അത് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് തന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഞാൻ എല്ലാ എപ്പിസോഡ്സിലും പറയുന്നുണ്ട്, ഒരു സാധാരണ ജ്യോതിഷി എന്നുള്ളതിലുപരി ജ്യോതിഷശാസ്ത്രത്തിൽ ഒരുപാട് താല്പര്യത്തോടുകൂടി റീസേർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശാന്ത ചേച്ചി. അപ്പോൾ ശാന്ത ചേച്ചി റിസർച്ച് ചെയ്തിട്ടുള്ള പല ടോപ്പിക്സിൽ ഒരെണ്ണം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അവർ ഓട്ടിസ്റ്റിക് ആയിട്ട് ജനിക്കാൻ, ജാതകവശാൽ എന്തായിരിക്കും കാരണം, എന്തെങ്കിലും കാരണമുണ്ടോ, ഗ്രഹനില, അവരുടെ ഗ്രഹങ്ങളുടെ സ്ഥാനം എന്തെങ്കിലും. അപ്പോൾ ആ വിഷയത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ കുറച്ച് അനുഭവങ്ങളുമൊക്കെ ശാന്ത ചേച്ചി നമ്മളോടൊപ്പം കൂടിയിട്ടുണ്ട്. ചേച്ചി വെൽക്കം. ചേച്ചിയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഓട്ടിസ്റ്റിക് കുട്ടികളെന്ന് പറയുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ചില അച്ഛനമ്മമാർക്ക് വളരെയേറെ ദുഃഖം ഉണ്ടാക്കുന്ന, ചില ആളുകൾക്ക് വളരെ അവരെന്തോ പാപം ചെയ്തിട്ട് സംഭവിച്ചു എന്നുള്ള രീതിയിൽ വേദനിക്കുന്ന ആൾക്കാരെയൊക്കെ കാണാറുണ്ട്. ഒരിക്കൽ ഞാനൊരു യാത്ര ചെയ്യുമ്പോൾ എൻ്റെ തൊട്ട് അടുത്ത സീറ്റിൽ ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു കുട്ടിയും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ അമ്മയുടെ ദുഃഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അവർ കൂടി വന്നാൽ ഒരു 38 വയസ്സ് മറ്റോ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരെ കണ്ടാൽ ഒരുപാട് പ്രായമായ പോലെ ക്ഷീണിതയായി, വളരെ മനുഷ്യരെ കാണാൻ തന്നെ അവർക്ക് പ്രയാസമുള്ളത് പോലെയുള്ള ഒരു മനോഭാവത്തോടെ ഇരിക്കുന്നത് കണ്ടത്. അച്ഛനാണെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീയുടെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായതെന്നുള്ള രീതിയിൽ വളരെ ദേഷ്യപ്പെട്ട് കുട്ടിയോടും അമ്മയോടും പെരുമാറുന്നു. ഫ്ലൈറ്റിലായിരുന്നു. അത്രയും സമയം ആ അച്ഛൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ അസ്വസ്ഥത തോന്നിക്കുന്ന ഒരു രീതിയിലാണ്. അത്രയും പെയിൻ അനുഭവിക്കുന്ന ഒരു അമ്മയും ബുദ്ധിക്ക് ചെറിയൊരു കുഴപ്പമുള്ള ഒരു കുട്ടിയും ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം അങ്ങനെ കണ്ട് അതാണ് എന്നെ സത്യത്തിൽ കൂടുതലായിട്ട് അതിലേക്ക് ആഴത്തിലേക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രേരണ നൽകിയത്. എന്തുകൊണ്ടായിരിക്കും? ഇപ്പോഴും എൻ്റെ മനസ്സിലെ അമ്മയുണ്ട്, കുഞ്ഞും ആ ഒരു സാഹചര്യം. അപ്പം അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള കുട്ടികളുടെ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന ടീച്ചർമാരും ഒക്കെ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അവരുടെ അടുത്തുനിന്ന് ഞാൻ കുറേയേറെ ബർത്ത്ഡേ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് നാൾ മുന്നേ ഒരു അമ്മ, വിദേശത്ത് ജോലി ചെയ്യുന്ന അമ്മയാണ്, അവരുടെ കുട്ടിയെ പറ്റി എന്നോട് ചോദിച്ചത്. അപ്പം ഈ കുട്ടി, അപ്പം ഞാൻ കുട്ടിയുടെ കുറെ പ്രത്യേകതകൾ അങ്ങോട്ടും ചോദിച്ചു. അതായത് അത് സാധാരണ എല്ലാ കുട്ടികൾ ഓട്ടിസ്റ്റിക് ലക്ഷണങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രത്യേകതയായിട്ട് കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുട്ടിക്ക് ഈ അമ്മയോട് അമിതമായിട്ടുള്ള ഇഷ്ടമുണ്ട്. അമിതമായിട്ടുള്ള ഇഷ്ടം മാത്രമല്ല, അറ്റാച്ച്ഡ് ആണെന്നുള്ളതല്ല, അമ്മയുടെ എല്ലാ ചിന്തകളും ഈ കുട്ടിക്ക് അറിയാൻ പറ്റും, അമ്മയുടെ മനോഭാവം. അപ്പോൾ അമ്മ ദേഷ്യപ്പെട്ട് ചെറുതായിട്ട് ഒരു ദേഷ്യം ഉള്ളിലേക്ക് വന്നാൽ തന്നെ
അധികം സംസാരിക്കില്ലെങ്കിലും വേണ്ട വേണ്ട തൊട്ടനെ പറയും. ഓ. പിന്നീട് അമിതമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കും അമ്മയോട്. എപ്പോൾ കണ്ടാലും അങ്ങനെ കെട്ടിപ്പിടിക്കുക, ഭയങ്കരമായിട്ട് ഉമ്മ കൊടുക്കുക. എല്ലാ കുട്ടികളും അമ്മമാരെ ഉമ്മ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യും. ആ രീതിയിലല്ല, അല്ലാതെ തന്നെ വളരെ വളരെ അറ്റാച്ച്ഡ് ആണ്. വേറെ ആരോടും ഒന്നുമില്ല, അടുപ്പമില്ല. അങ്ങനെ ഉണ്ടാകുമായിരിക്കും ചിലപ്പോൾ ഒരാളോട് മാത്രം അങ്ങനെ ഒരു കുട്ടിക്ക് അറ്റാച്ച്മെന്റ് വരാം. പക്ഷെ ഇവിടെ ഈ ജാതകത്തിൽ ഞാൻ കണ്ട കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ അവരോട് പിന്നെ അമ്മയോട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള അമ്മയാണ്, അവരോട് പറഞ്ഞു ഇത് വേറെ ലോകത്തോട്ടൊരു കാര്യം അയാൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഈ കുട്ടിക്ക് വേറെ ലോകമില്ല. അങ്ങനെയാണ് ജാതകത്തിൽ കണ്ടത്. വേറെ ലോകമേ ഇല്ല, ഈ അമ്മ മാത്രമാണ് അയാളുടെ ലോകം. അപ്പൊ അങ്ങനെ സംഭവിക്കാൻ എന്താ കാര്യം എന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഈ സോള് ഈ അമ്മയെ പിന്തുടർന്ന് വന്നതാണ്. അതായത് ആ അമ്മയോട് അമിതമായിട്ട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തി ഈ ജന്മത്തിലല്ലേ, പഴയ ജന്മത്തില് ഈ അമ്മയെ നഷ്ടപ്പെട്ടപ്പോ അതിന്റെ വേദന കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു സോളാണ്. അപ്പൊ ആ സോൾ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, ഇവരെ വേണം, അല്ലെ ഇവരെ കിട്ടണം, ഇവരെ ഫോളോ ചെയ്യണം. അത്രേ ഉള്ളൂ. അത്രമാത്രം അവരോടുള്ള ആ സ്നേഹം, അവരെ നഷ്ടപ്പെടുന്നത്, ആ ദുഃഖം താങ്ങാനാവാതെ മരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ചില സാഹചര്യങ്ങളിലൊക്കെ പറയില്ലേ, വീരമൃത്യു സംഭവിക്കുന്നവർക്ക് പിന്നെ വീരസ്വർഗം പ്രാപിച്ചു എന്നാണല്ലോ പറയുന്നത്, യുദ്ധം ചെയ്ത് മരിക്കുന്നതിനെ പറ്റി. അതായത് അവരുടെ പൂർണ്ണമായിട്ടുള്ള എനർജി ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ശത്രുവിനെ ജയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്, സെന്റേഡ് ആണ് അത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു എൻലൈറ്റ്മെന്റ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ മോക്ഷം സംഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കുട്ടി ഈ ആള് മാത്രമേ ഉള്ളൂ, വേറെ ലോകമില്ല. അപ്പൊ ഈ ലോകത്ത് വന്നിട്ടും ഈ വ്യക്തി മാത്രമേ ഉള്ളൂ, വേറെ ചുറ്റുമുള്ളതൊന്നും അവരുടെ ലോകമായിട്ടുണ്ടാകുന്നില്ല. ആ അവസ്ഥയിലാണുള്ളത്. അപ്പൊ അതൊരു ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു, പക്ഷെ ഇതിലൊരു ഫാക്ടർ എനിക്ക് തോന്നിയ ഒരു സാധനം, ഇപ്പം ഫോളോ ചെയ്യണം എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഈ അമ്മയുടെ കർമ്മം ഇതുമായിട്ട് റിലേറ്റഡ് ആണോ? തീർച്ചയായിട്ടും. അമ്മയുമായി ഈ സോളിനെ ഈ ദുഃഖത്തിൽ ആഴ്ത്തിയത് അമ്മയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല ആർക്ക് വരും? അമ്മയ്ക്ക് വരില്ലേ? അപ്പൊ അവിടെ അച്ഛന്റെ കണക്ഷൻ എന്തായിരിക്കും? അച്ഛനകത്ത് ഈ രീതിയിലുള്ള ഒരു കണക്ഷൻ അല്ല. അച്ഛനും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ജന്മത്തില് ഇങ്ങനെ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ബാധ്യസ്ഥനായിരിക്കും തീർച്ചയായിട്ടും. ആ ഒരു പിക്ചറിൽ ഉണ്ടാവണം എന്നില്ല. ഇല്ല, വേറെ എന്തെങ്കിലും എത്രയോ ജന്മം, നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഒരു ജന്മത്തിന്റെ അതേപോലെ വന്നിട്ട് ജനിക്കല്ലല്ലോ ചെയ്യുന്നത്. പല പല ജന്മങ്ങളുടെ കർമ്മങ്ങളായിരിക്കും. ഒരു ലൈഫിൽ തന്നെ നമ്മൾ പല പല ജന്മങ്ങളുടെ റോളുകൾ ഉണ്ടാകും. ഉള്ളതുപോലെ ഈ കുട്ടി ഏറ്റവും കൂടുതൽ ഈ അമ്മയുമായിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. അമ്മയാണ് കുട്ടിയെ നോക്കുന്നത്. മറ്റൊന്നും അതിനകത്ത് റോൾ ഉണ്ടില്ല എന്നല്ല, ദുഃഖമോ പിന്നെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതെ. അല്ല, ശരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനില് കുട്ടി ഒന്നും അറിയണില്ല. പക്ഷെ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ലോകം എന്ന് പറയുന്നത് അമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി ചുറ്റുമുള്ളവരാണ് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി പോകുന്നത്. അപ്പൊ ഇതിപ്പോ നമുക്കിപ്പോ ഒരു സൈക്കിൾ ആവില്ലേ ഇത്? അതായത് ഇപ്പോ ഈ കുട്ടിക്ക് ഈ ജന്മം ഇതുപോലെ അറ്റാച്ച്മെന്റ് അമ്മയോട് തന്നെയാണെങ്കിൽ അതൊരു ഇംപ്രഷനായി വരുമല്ലോ. ഇല്ലേ, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ഇംപ്രഷൻ അല്ലല്ലോ. കാരണം ഈ കുട്ടി സാധാരണ ഒരു മാനസികാവസ്ഥ അല്ലല്ലോ ഉള്ളത്. ഇപ്പൊ ഇതേപോലെ ഉള്ള വേറെ കുട്ടികളുണ്ട്. ചില കുട്ടികൾ കലകൾ വരും, ചില പ്രത്യേക കഴിവുകൾ അവർക്കുണ്ടാകും. ആ കഴിവിൽ മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. വേറെ ലോക വ്യവഹാരങ്ങളിൽ അവർക്ക് താല്പര്യമില്ല. മാത്രമല്ല ഇതിപ്പോ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, കൂടുതലും സോളുകൾ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള എലിവേറ്റഡ് ആയിട്ടുള്ള സോൾസ് ആണ്. ലോകത്തെ ഉപേക്ഷിച്ചവരാണ്. അവർക്ക് ലോക വ്യവഹാരങ്ങളോ ലോകത്തിന്റെ നിയമങ്ങളോ ലോകത്തുള്ള ആവശ്യങ്ങളോ ഇല്ല. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി വന്നിരിക്കുന്നവരാണ്. അത് എന്തെങ്കിലുമൊക്കെ സ്കില്ലുകൾ തീർച്ചയായിട്ടും ഇവരുടെ ജാതകങ്ങൾ കണ്ടിട്ടുണ്ട്. വരയ്ക്കാനായാലും പാടാനായാലും എഴുതാനായാലും ഒക്കെ സ്കില്ലുണ്ട്. അവർ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. സാധാരണ മനുഷ്യനെ പോലെ ലോകത്തുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്കില്ല. ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ട് ലോകത്തോട് അവര് പിന്നെ ബന്ധപ്പെടുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ലോകം അവർക്കില്ല. അവർക്ക് ആ ലോകത്തിന്റെ ആവശ്യമില്ല. അതിനേക്ക് ഉയർന്ന തലത്തിലേക്ക് പോവുകയാണ്. നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടും മറ്റു വ്യക്തികൾ നമ്മളെ എങ്ങനെ കരുതണം എന്നൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ചില നിയമങ്ങൾക്കകത്ത് പോകുന്നത്. സൊസൈറ്റി കൽപ്പിക്കുന്ന നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. ആ ലക്ഷ്യം എന്താണോ അത്, ചിലപ്പോൾ കലകളായിരിക്കും ആ ലക്ഷ്യം. അവർ ആ ഒരു പ്രത്യേക ഉദ്ദേശത്തിൽ വന്നിരിക്കുന്നു, അത് മാത്രം ചെയ്തിട്ട് പോകുന്നു.
ഒരു പക്ഷേ നമ്മളിപ്പോ ഓരോ ജന്മം എടുക്കുന്നത് നമ്മുടെ കുറെ കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കാനാണെന്ന് പറയുമല്ലോ. അപ്പൊ ഇവർക്ക് അനുഭവിക്കാൻ വളരെ കുറച്ച് കർമ്മങ്ങളെ ബാക്കിയുള്ളായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് മാത്രം അനുഭവിച്ചാൽ മതി. ബാക്കി ഇനി ഈ ലോകവുമായി കൂടുതൽ എൻഗേജ് ചെയ്ത് കൂടുതൽ കർമ്മങ്ങൾ കളക്ട് ചെയ്ത് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല, അവര് ചെയ്യുന്നില്ലല്ലോ അങ്ങനെ. അതെ. അങ്ങനെ അപ്പൊ ആ ബന്ധപ്പെടുന്നില്ലല്ലോ. കുറച്ച് കർമ്മം മാത്രം ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജന്മം ആയിരിക്കാം. ആയിരിക്കാം. അതുപോലെ തന്നെ അവര് തെരഞ്ഞെടുത്ത പേരൻസ് തന്നെയാണ് കൂടുതൽ പേർക്കും ഉണ്ടാവുക. മനസ്സിലായില്ലേ? അത്രയും ഒരു അതിനെ ഒരു അപമാനമായിട്ടോ അവര് ചെയ്ത കൊടിയ പാപത്തിന്റെ ഫലമായിട്ടോ ഇതൊരു അറ്റാച്ച്മെന്റ് ഞാൻ കണ്ടു, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ കുട്ടികളൊന്നും അങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ അവരെ നമുക്ക് വന്ന് ജനിച്ചു പോയത് നമ്മുടെ കൊടിയ പാപം കൊണ്ടാണെന്ന് ചിന്തിക്കുന്നത് വലിയൊരു തെറ്റാണ്. അവരെ സംരക്ഷിക്കാൻ യോഗ്യതയുള്ള പേരന്റിന്റെ അടുത്തോട്ടാണ് പ്രകൃതി അവരെ കൊടുക്കുന്നത്. അപ്പൊ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരെ സംരക്ഷിക്കാനുള്ള സഹനവും ക്ഷമയും പേഷ്യൻസും ഒക്കെ ഉള്ള ആൾക്കാരെ ചൂസ് ചെയ്യുന്നതാണ്. ആത്മാവ് തന്നെ ചൂസ് ചെയ്യുന്നതാണ്. അതൊരു ശരിക്കും പല പേരൻസും ഈ ഒരു സിറ്റുവേഷനിൽ കൂടി സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി പേരൻസ് ഉണ്ടാവും. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇതെന്തോ ഒരു നിർഭാഗ്യമാണെന്ന് കരുതുന്നത്. ഉറപ്പായിട്ടും നമ്മള് മാറിയിരുന്ന് പറയുന്ന ഒരാൾക്ക് പറയാം പെയിൻഫുൾ ആണ്, അല്ലാതെ നമുക്ക് പറയാൻ പാടില്ല. മെന്റൽ പെയിൻ ഇല്ലെങ്കിൽ പോലും ഫിസിക്കലി തന്നെ വളരെ സ്ട്രെയിൻ ഉള്ള ഒരു സിറ്റുവേഷൻ. അതിൽ കൂടെ കടന്നു പോകുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ പ്രകൃതി ആ ശക്തി അവർക്ക് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ആ ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് അതെ സെലക്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ കവിത പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ അങ്ങനെ പറയുന്നത് അത് ദിവ്യത്വം കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ അവരെ സഹിക്കുന്ന ആൾക്കാർക്ക് അത് അവരുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിലും ഒക്കെ ക്ലേശങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ അതൊരു പ്രാർത്ഥനയോ സാധനയോ പോലെ എടുക്കുന്നതാണ് ഉചിതം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ചേച്ചി പറഞ്ഞ പോലത്തെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കണ്ടു, അല്ലാതെ ഒരു ആത്മീയ ലെവലിലുള്ള ഒരു എക്സ്പീരിയൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ കേസസ് വല്ലതും ഉണ്ടോ? തീർച്ചയായും അത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ തുടങ്ങിയത്. ഇപ്പൊ ഞാൻ ഈ ഒരു 10-15 വർഷം 16 വർഷമായിട്ട് എപ്പോഴും പറയുന്നത് ഇത് സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു സോളാണ്, അവർക്ക് ഈ ലോകമായിട്ട് ബന്ധമില്ല, അവർ സ്പിരിച്വലി ഉയർന്ന തലത്തിലുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് അത് ഈ ഗ്രഹനിലകൾ പഠിച്ചതിന് ശേഷം, അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ഓട്ടിസ്റ്റിക് ഡേ ആയിരുന്നല്ലോ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ഗ്രഹനില എൻ്റെ അടുത്ത് വന്നിരുന്നു. വളരെ മുന്നേ അവർ തന്നിരുന്നതാണ്, പക്ഷെ ഇന്നലെയാണ് എനിക്ക് അവരെ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായതും. അതൊരു നിയോഗം പോലെയാണ് ഇന്നലത്തെ ദിവസം തന്നെ. അപ്പൊ ഞാനിങ്ങനെ ഗ്രഹനില വന്നിട്ട് എന്നോട് ചോദിച്ചത് എന്താണ്, ഞങ്ങളുടെ കുട്ടിയാണ്, എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിന് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ഇതുപോലെ എന്തോ ഓട്ടിസ്റ്റിക് ആ തരത്തിലുള്ള ഒരു കുട്ടിയാണെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ അവരെ ഇങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരിക്കുന്നു. അപ്പൊ ആ കുട്ടി പറഞ്ഞിരിക്കുകയാണ്, പിന്നെ ഞാൻ ഈ ലോകത്ത് വന്നിരിക്കുന്നത് സാധാരണ മനുഷ്യരെ പോലെയല്ല, സാധാരണ മനുഷ്യർ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നു. അപ്പോ ആഗ്രഹങ്ങൾക്ക് കുഞ്ഞു തന്നെ പറയണു. കുഞ്ഞിന് പറയാൻ ഒരുപാട് പറയാൻ പറ്റില്ല. കുഞ്ഞിന് എഴുതാനാണെങ്കിൽ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ചെറിയ കുട്ടിയാണ്, കുട്ടി എഴുതിയൊരു കാര്യം എനിക്ക് അവര് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും അതൊന്ന് ഷെയർ ചെയ്യണം. അപ്പൊ ഇതിനെപ്പറ്റി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥയെപ്പറ്റി മോൻ എന്താണ് പറയാനുള്ളതെന്ന് സ്പെഷ്യൽ സ്കൂളിലെ ടീച്ചർ അമ്മയെ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ അവസ്ഥയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ്. ഇത്രയും സെന്റൻസ് ചേർത്ത് പറയുന്നത് ആദ്യമായിട്ടാണ്. ഈ അവസ്ഥയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾ ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുകയാണ്, ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളെ കുട്ടി എഴുതുകയാണ്. അതിങ്ങനെ പിടിച്ചു തന്നെ എഴുതിക്കണം. ഇത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു നമുക്കതിനെ അതിശയം തന്നെ പറഞ്ഞാൽ മതിയാവില്ല, അത്രമാത്രം ഡെപ്തിലുള്ള വാക്കുകളാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. അതായത് സാധാരണ ജനങ്ങൾ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നു, സാധാരണ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ അത് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഞാനത് നമുക്കത് അത് ഒന്ന് ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും. ആ ഒരു അവസ്ഥ അത് അപ്പൊ അതിന് ജാതകത്തില് അല്ലെങ്കിൽ ഗ്രഹനില വെച്ചാൽ എന്താണ് എന്തെങ്കിലും അതിന് കോമ്പിനേഷൻ വ്യത്യാസമാണ്. കവിത ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരേ ഗ്രഹം ഒരിടത്ത് നിന്നാല് പിന്നെ ഒരേ ഫലമായിരിക്കില്ല. കാരണം ഈ ലോകത്ത് ജനിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ അനുഭവങ്ങളാണ്. ഒരാളെ പോലെ വേറൊരാൾ ഈ ഭൂമിയില് ഈ പ്രപഞ്ചത്തിൽ ജനിച്ചിട്ടില്ല. കാരണം നമ്മുടെ സംബിംബുരുഷൻ പോലെ വേറൊരാൾക്ക് ഇല്ല. അതുപോലെ തന്നെ നമ്മളെല്ലാവരും യുണീക്കാണ്, ഒരേപോലെ വേറൊരാളില്ല. ഇപ്പൊ 1000 പേരുടെ ജാതകം നോക്കി 1001 അതുപോലെ പറഞ്ഞാൽ ഒരിക്കലും അത് ശരിയാവില്ല.
എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ വ്യത്യസ്തമായിരിക്കും. ചിലരുടെ ചന്ദ്രനായിരിക്കും, ബുധനായിരിക്കും, ചില ഭാവങ്ങളായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അങ്ങനെ ഒരു കോമ്പിനേഷൻ, നമുക്കൊരു 10 കോമ്പിനേഷൻ എടുത്ത് വെച്ചിട്ട് ഇത് ഒട്ടിസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല. ഒരു ജാതകം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ബുദ്ധി പ്രത്യേക രീതിയിലാണോ, അല്ലെങ്കിൽ അവരുടെ ലോജിക്ക് പ്രത്യേക രീതിയിലാണോ, ആ രീതിയിലാണ് ആ ഗ്രഹനില അനലൈസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ കുട്ടിയുടെ ഗ്രഹനില അത് വ്യക്തമായിട്ട് അതിൽ ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കത് ശ്രദ്ധപ്പെട്ടത്. ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ചപ്പോൾ തന്നെ അവരതിനെ പറ്റി ഇങ്ങോട്ട് പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചു കുട്ടിയുടെ പ്രത്യേകതകളെ പറ്റി. അപ്പൊ ഈ കുട്ടി പഴയ ജന്മത്തിൽ എവിടെയായിരുന്നു എന്നൊക്കെ അവരുടെ അച്ഛനോടും അമ്മയോടും ഷെയർ ചെയ്തിരിക്കുന്നു. ഓ, ആ അത് പിന്നെ ശരി. അമ്മ ഇപ്പോഴും വിഷമിക്കണ്ട, ഇത് ഈ അവസ്ഥയിൽ വിഷമിക്കണ്ട, ഇനിയും ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യത്തെ പറ്റിയും കുട്ടി ഓ, ഹിന്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ അത് വളരെ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള അതിശയമായിട്ടുള്ള ഒരു സംഭവം. പാസ്റ്റ് അറിയാം, ഫ്യൂച്ചർ ടീച്ചർ അറിയാം. ആ കുട്ടിയുടെ അടുത്തുള്ളവരുടെ പിന്നെ ടീച്ചറിന്റെ മകനെ പറ്റി എന്തോ ചോദിച്ചപ്പോ കുറെ വർഷം മുന്നേ മകനെ പറ്റി ഡോക്ടറിന് ചേർത്തിട്ടാണ് ആ പേര് പറഞ്ഞത്, മകൻ. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി ഡോക്ടറായി. ഓ, അത് ശരി. അപ്പൊ ഇൻറ്റ്യൂഷൻ ഒക്കെ വളരെ ഹൈ ഇൻട്യൂഷൻ എന്നില്ല അതിനെ പറയണ്ട, വിശ്വമനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു മനസ്സാണ് അത്. ഓ, ഓക്കെ. പ്രത്യേക ഒരു മനസ്സാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത്. വ്യക്തിഗതമായിട്ടുള്ള നമ്മുടെ സമഷ്ടിയുമായിട്ട് അയാള് സ്മോൾ താതാത്മ്യപ്പെട്ടിരിക്കുന്നത്. മൈൻഡ്, ബിഗ് മൈൻഡ് ബിഗ് എന്നൊക്കെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ വ്യഷ്ടി മനസ്സും സമഷ്ടി മനസ്സുമാണല്ലോ. അയാള് സമഷ്ടി മനസ്സിന്റെ ഒരു ഭാഗമാണ്. അയാൾക്ക് ആഗ്രഹങ്ങളില്ല. അതാണ് അയാളെ മറ്റുള്ളവർ അറിയുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പൊ എത്ര വയസ്സായി കുട്ടിക്ക്? ചെറിയ കുട്ടിയാണ്. ഞാൻ ഈ നമ്മളിപ്പോ ആദ്യത്തെ കേസ് നമ്മൾ എടുത്തപ്പോഴത്തേക്കും ശരിക്കും അമ്മയുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, ഒരു മുജ്ജന്മ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ അമ്മയുടെ ഇത്. ഇപ്പൊ ഈ കേസിൽ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ട്? തീർച്ചയായിട്ടും ഈ പൂർവ്വജന്മത്തിൽ ഈ കുട്ടിയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. അന്നത്തെ ചില കടങ്ങളുണ്ട്, അതുകൊണ്ട് അവരെ ആ കടങ്ങൾ തീർത്തോളൂ, കർമ്മം ചെയ്തോളൂ, ഫലം കാക്ഷിക്കണ്ട, ഫലം വെച്ചിട്ടല്ല കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കുട്ടി എഴുതും, കവിതകളും കഥ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതും, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതും. മിക്കവാറും എല്ലാം ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് എഴുതുന്ന കാര്യത്തെ പറ്റി എന്നോട് പറഞ്ഞത്. അപ്പൊ അതിലാണ് ഇയാൾക്ക് ഇനി ഫോക്കസ് ചെയ്യാനിരിക്കുന്നത്. ഭാവിയിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ആ സോളിന്റെ പർപ്പസ്. അച്ഛനോടും അമ്മയോടും പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ കർമ്മം ചെയ്യുക, കർമ്മത്തിന്റെ ഫലത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട, പണ്ട് ചെയ്ത് ഒരു കർമ്മത്തിന്റെ ഫലം കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വന്നത്, അത്രേ ഉള്ളൂ. അമ്മ വിഷമിക്കേണ്ട, ഹാപ്പി ആയിരിക്കും എന്നാണ് പറയുന്നത്. എല്ലാം ഇങ്ങനെ വാക്കുകളായിട്ടല്ല എഴുതുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പം ഒരു അവർക്ക് നമുക്ക് ഈ ഡിസ്കണക്ട് തോന്നുമെങ്കിൽ പോലും എവിടെയോ അവർക്കൊരു കണക്ഷൻ ഉണ്ട് എന്ന് ഫീൽ ചെയ്യും. നമ്മൾക്കില്ലാത്ത കണക്ഷനാണ് അവർക്കുള്ളത് പ്രകൃതിയുമായിട്ട്. നമ്മളുടെ കണക്ഷനിലെ വ്യക്തിഗതമായ കണക്ഷനുകളല്ലേ, നമ്മളത് ചുറ്റും ഉള്ള ലോകവുമായിട്ട് വ്യവഹാരത്തിലാണ്, അവര് സമഷ്ടിയുമായിട്ടുള്ള വ്യവഹാരത്തിലാണ്. ചില കുട്ടികളെ എനിക്ക് പലപ്പോഴും ഇവര് ഈ വാശിയൊക്കെ പിടിക്കുന്നത് ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടാണ്. വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഇഷ്ടമുള്ള ഭക്ഷണം വേണമെന്ന് പറയണോ, ഇങ്ങനെയുള്ളതല്ലാണ്ട് വേറെ നമ്മൾ പലപ്പോഴും നമ്മൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആഗ്രഹങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിസ്സിങ് ആയിട്ട് എനിക്ക് മിസ്സിങ് എന്ന് പറഞ്ഞാൽ കുറവായിട്ടല്ല ഞാൻ പറയണേ, അങ്ങനെ ഒരു ആസ്പെക്ട് അവരിൽ റിഫ്ലക്ട് ചെയ്യാത്ത പോലെ. ചിലരോട് നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ പറയണത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ബൈ ചോയ്സ് അവർ റെസ്പോണ്ട് ചെയ്യാത്താണെന്ന് പോലും എനിക്ക് തീർച്ചയായിട്ടും അതെ, അവർക്ക് അതിൽ താല്പര്യമില്ല, അതാണ്. പിന്നെ ചിലവരുണ്ട്, ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്യാൻ മാത്രം വന്നിരിക്കുകയാണ്. അത് അത്രയും പാഷനേറ്റ് ആയിട്ട് ആ കർമ്മത്തോട് അങ്ങ് ഇഴുകി ചേർന്നിരിക്കുന്ന വ്യക്തികൾ അത് ചെയ്യാൻ വേണ്ടി മാത്രം ആണ് ജനിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു വ്യക്തിക്ക് അത് മാത്രമുള്ളൂ ലോകം. അവിടെ അപ്പൊ ആ സ്പിരിച്വൽ ആസ്പെക്ട് മിസ്സിംഗ് ആണോ? സ്പിരിച്വൽ ഒരു കാര്യം ഇപ്പൊ പെയിന്റ് ചെയ്യാൻ, ഒരു ജന്മത്തിൽ പെയിന്റ് ചെയ്യാൻ അമിതമായ പെയിന്റിങ്ങിനോട് ഒരു താല്പര്യമുണ്ട്, അപ്പൊ അടുത്ത ജന്മം പെയിന്റിങ് മാത്രമാണ് ലോകം എന്ന് പറഞ്ഞാണല്ലോ സ്പിരിച്വാലിറ്റി. നമ്മൾ ഏത് കാര്യത്തിലോ നമ്മൾ പറയത്തില്ലേ, നമ്മളൊരു ഇനിയിപ്പോ അത് ഒരുപാട് വിവാദം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മളുടെ ഒരു സനാതന ധർമ്മത്തിൽ പറയും, ഭാര്യ ഭർത്താവിനെ ദൈവമായിട്ട് കാണുക എന്ന് പറയും. കാരണം ഭർത്താവിനെ മാത്രം ഈ വിവാദപരമായ ഒരു പരാമർശമാണെങ്കിലും ഭർത്താവിനെ മാത്രം പൂജിക്കുക,
ഭർത്താവിനെ മാത്രം ഭർത്താവിന്റെ മാത്രം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുക ഇപ്പോഴും നടക്കുന്ന കാര്യമല്ല എങ്കിൽ പോലും അല്ല, നടക്കൂല അല്ലേ? അപ്പൊ അങ്ങനെ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. മൈൻഡ് ഫോക്കസ്ഡ് ആകുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് നമ്മളൊരു കൃഷ്ണ ഭക്തി എന്ന് പറയുന്നത്. കൃഷ്ണനെ മാത്രം രാപ്പകലി ചിന്തിക്കുന്ന ഒരു അവസ്ഥയല്ലേ. അതേപോലെ നമ്മൾ കാണുന്ന ഒരാളിനെ ആ രീതിയിൽ ആയിട്ട് മനസ്സ് കൊണ്ടുപോകുക എന്നുള്ള. അപ്പൊ സ്കാറ്റേഡ് ആകുന്നില്ല മൈൻഡ്, മനസ്സിലായില്ലേ? അത് ആ ഒരു നിമിഷം അതിൽ ലയിച്ചു ചേരുക എന്ന് പറയുമ്പോൾ അത് വിശ്വമനസ്സുമായിട്ട് ലയിച്ചു ചേരുന്ന അവസ്ഥ തന്നെയാണുള്ളത്. സ്ത്രീകൾ ശരിക്കും ഇപ്പൊ ഈ വിവാദ അപ്പം ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ മാത്രം ഫോക്കസ്ഡ് ആയിരുന്ന രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ അവര് പണ്ടത്തെ കാലത്ത് സർവൈവലിന് അവര് ജോലി എടുക്കണമല്ലോ, സമൂഹത്തിൽ പെരുമാറണമല്ലോ. അതുകൊണ്ട് ഇതൊരു വിവാദ പരാമർശമല്ല, വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾക്ക് അത് മറക്കാം. കൃഷ്ണനെ അതെടുക്കാം. അതല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നില് മാത്രം. അപ്പൊ ഇപ്പൊ ഒരു കലയിൽ മാത്രമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ലോകം കലകൾ മാത്രമാണ്. കവിത, ഞാനിപ്പോ ജ്യോതിഷം പണ്ടും പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷ വിശ്വാസിയായ അല്ലാതെ പഠിച്ച ഒരാളാണ്. പഠിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ 24 മണിക്കൂറും എന്റെ ലോകത്ത് ഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നക്ഷത്രങ്ങളും വേറെ ഗ്രീനറി ഒന്നും ഇല്ല. കാരണം എനിക്ക് അതിലേക്ക് ശ്രദ്ധിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഒരാളെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് ബുധനാണോ ശനിയാണോ, ഏത് ഗ്രഹമാണ് ഇവരെ നയിക്കുന്നത്, ഇപ്പൊ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ, എന്തുകൊണ്ടാണ്, അതുമാത്രം. കാരണം അത്രമാത്രം അതിനോട് ഇഷ്ടമായതുകൊണ്ടാണ്. അതിന്റെ മേലെ തപസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ തപസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു വ്യക്തിയുടെ തപസ് തന്നെയാണ് ഇപ്പൊ ഭർത്താവ് എന്ന് പറയുന്നത്. ആരുമാട്ടെ, ഗുരുവാകട്ടെ, അവരുടെ മേലെയുള്ള നമ്മളുടെ ആ തപസ്സിനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ ക്രിയേറ്റിവിറ്റിയെ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഏതൊരു ജോലിയാണെങ്കിലും അത് എന്തുമാകട്ടെ, പെയിന്റിംഗ് ആകട്ടെ, കലകളാകട്ടെ, എന്തായാലും അത് ഡാൻസ് ആവട്ടെ, എന്തും അത് ചെയ്യുന്നതിനോട് പൂർണ്ണമായിട്ട് അതിൽ മാത്രം ലയിച്ചിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും ജ്ഞാനം പോലെ തന്നെയാണ്. ഏറ്റവും ഉദാത്തമായ ഒരു സ്പിരിച്വാലിറ്റിയാണ് ഏതൊരു ജോലിയിലും. അത് കുക്കിംഗ് ആയാലും പിന്നെ ക്രിയേറ്റിവിറ്റി ആയാലും എന്തായാലും അവരുടെ ആ മനസ്സിനെ നമ്മൾ ഒരു ഫോക്കസ്ഡ് ആക്കി കൊണ്ടുവരിക, മനസ്സിന്റെ ആ വിക്ഷേപശക്തിയിൽ നിന്ന് അതിനെ ഒരു ഏകോപിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ സ്പിരിച്വാലിറ്റി. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കലയോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരാ കലകൾ മാത്രം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭൂമി വന്നിരിക്കുന്നത്. അവരത് മാത്രമുള്ളവരുടെ ലോകത്ത് വേറെ ഒന്നുമില്ല. ചുറ്റുമുള്ള ആളുകളോ. ഇവിടെ ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. ഇപ്പം പല പേരൻസും ഉണ്ടാവും ഇങ്ങനെ എന്താണ് ഇവരുടെ താല്പര്യമെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു സർവൈവൽ മോഡിലാണ് പലരും നിൽക്കുന്നത്. കുഞ്ഞ് ഓട്ടിസ്റ്റിക് ആകുമ്പോഴത്തേക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം, ഓരോ ഇയറും കഴിയും തോറും ചാലഞ്ചസ് കൂടുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പലർക്കും ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യം ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പക്ഷെ അവർക്ക് കൃത്യമായി പറ്റുന്നില്ല, അങ്ങനത്തെ കേസസ് ഉണ്ട്. അത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് അവരുടെ ഒരു. ഓക്കെ, അപ്പൊ അതൊരു കണ്ട കുട്ടിയെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, സാഹിത്യം എഴുതാനുള്ള വാസന ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിയേറ്റീവ് ആയിട്ടുള്ള അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടെ വേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഗ്രഹനിലയും വ്യത്യസ്തമാണ്. നിങ്ങൾ ഇത് പറയൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനെയാണോ കുഞ്ഞിന്റെ സ്വഭാവം, ഇങ്ങനെയാണോ. നമ്മളൊരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ഔട്ട്കം കൂടിയാണല്ലോ ഓരോ കാര്യം കണ്ടെത്തുക എന്നുള്ളത്. അത് ഗ്രഹനില വെച്ചിട്ട് തന്നെയാ ചോദ്യം ചോദിക്കുന്നത്, വെറുതെ ചോദിക്കുന്നതല്ല. ഓരോ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുമ്പോ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുക. ഓക്കെ, എല്ലാ കമ്മ്യൂണിക്കേഷനും അങ്ങനെയാണല്ലോ. ഫലവത്താകുക എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള ഒരു. അപ്പൊ അതൊരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് ഏത് ഡയറക്ഷൻ, പേരൻസിനാണെങ്കിൽ എങ്ങനെയാണ് ഇന്ന് മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളൊരു ഡയറക്ഷൻ കിട്ടും. കുറച്ചുകൂടെ ക്ലാരിറ്റി വരും അവർക്ക്. എനിക്ക് ഉറപ്പാണ് ഈ എപ്പിസോഡ് കണ്ടിട്ടുള്ള ഒരുപാട് പേരൻസിന് ഇതൊരു വലിയ സമാധാനം, ആശ്വാസമായിട്ടുണ്ടാവും. കാരണം ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇതൊരു ദോഷമായി, അല്ലെങ്കിൽ ഇതൊരു ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇത് നമുക്കൊരു ശാപം പോലെ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല, നേരെ മറിച്ച് ഒരു വളരെ ഉദാത്തമായ ആത്മാക്കളാണ് ഇങ്ങനെ ഒരു കണ്ടീഷനിൽ പലപ്പോഴും വരുന്നതെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. അതിന് ഒരു തെളിവാണ് ശരിക്കും ഇപ്പോൾ ശാന്തി ചേച്ചി പറഞ്ഞ കുട്ടിയുടെ വാക്കുകൾ. ആ കുട്ടിയുടെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ആ കുട്ടിയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. ആ കുഞ്ഞു തന്നെ
വളരെ ചെറിയൊരു കുഞ്ഞാണ്. ആ കുഞ്ഞു തന്നെ എഴുതിയ വാക്കുകളാണ് നമ്മൾ ഇന്നിവിടെ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത്. അത്ഭുതകരമായ ഈ അവസ്ഥ ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നു. അവനിലെ സൽക്കർമ്മങ്ങളെ ഇവിടെ അളക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഇതിനെ അതിജീവിച്ചവരാണ്. മാറ്റങ്ങൾ, ആവശ്യം എണ്ണിയാലൊടുങ്ങാത്ത ആഗ്രഹങ്ങളുമായി ഉൾക്കാഴ്ചയില്ലാത്ത സാധാരണ മനുഷ്യനിലാണ്. പുറമേക്ക് അസാധാരണത്വം ഉള്ള മനുഷ്യൻ ആന്തരിക ലോകത്തിൽ ആനന്ദം അനുഭവിക്കുന്നു. കളിയാക്കാൻ നന്നേ എളുപ്പമാണ്. പകരം ആരിലാണ് ഈശ്വരൻ പ്രതിഫലിക്കാത്തത് എന്ന് മനസ്സിലാക്കൂ. ഓരോ ദിവസവും ഒരാളെയെങ്കിലും സന്തോഷം പകരാൻ ശ്രമിക്കൂ. ആ പേരുകളിൽ അല്ലെങ്കിൽ ആ സെൻറ്റൻസിൽ കുറച്ച് ഗ്രമാറ്റിക്കൽ എററൊക്കെ ഉണ്ട്. ആ കുഞ്ഞ് എഴുതിയതാണ്. ഇത്രയും ഡീപ്പായിട്ടുള്ള സ്പിരിച്വൽ ക്ലാരിറ്റിയുള്ള ഒരു ആത്മാവാണ് എന്ന് നമുക്ക് തിരിച്ചറിയുമ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഓരോ കുഞ്ഞിൻ്റെ അമ്മയ്ക്കും അച്ഛനും അഭിമാനിക്കാം ഇങ്ങനെ ഒരു ദൗത്യം ആ ആത്മാവ് നമുക്ക് തന്നതിൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു സോ മച്ച്.